നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് റോമാലേഖനത്തിലെ ഒരു വചനത്തിലേക്ക് കടന്നു വരാം. ചില വിഷയങ്ങൾ നമുക്ക് ലഘുവായി ധ്യാനിക്കാം. ആഴമേറിയ വിചിന്തനങ്ങളൊന്നുമല്ല, ചില ലഘുവായ തോട്ട് ഷെയറിംഗ് എന്ന് മാത്രം കരുതണമേ എന്ന് ഓർപ്പിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിലെ 11-ാം വാക്യമാണ് നമ്മൾ എടുക്കുന്നത്. അതിലെ 10 തുടങ്ങി 9 തുടങ്ങി 12 വരെ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ആമേൻ. വളരെ ഹൃദ്യമായിരിക്കുന്ന ഒരപ്പനോട് മക്കളോട് പറയുന്നത് പോലെ ഹൃദ്യമായിരിക്കുന്ന ഒരനുഭവം. അവിടെ താൻ പറയുകയാണ്, ഞാൻ പ്രാർത്ഥനയിൽ യാചിക്കുന്നു. എന്താണ്? ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കലൊന്ന് വരാൻ പറ്റണമെന്ന്. ഈ പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഗൾഫിൽ കിടക്കുന്നവർ, യൂറോപ്പിൽ കിടക്കുന്നവർ, അമേരിക്കയിൽ കിടക്കുന്നവരൊക്കെ ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ യാചിക്കുന്ന ഒരു വിഷയം, കർത്താവേ എപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അടുത്തൊന്ന് വരാൻ പറ്റും, എപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പറ്റും, എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കലൊന്ന് വരുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ യാചിക്കുന്നു. അവിടെ അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. ആകയാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് സാക്ഷ്യം പറയുന്നത് ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് സാക്ഷ്യം പറയുന്നത് ദൈവം. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു സാക്ഷിയുണ്ട്, അത് ദൈവമാണ്. വളരെ വളരെ ആ പ്രാഗൽഭ്യത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ പ്രാർത്ഥനയിൽ യാചിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ദൈവം സാക്ഷിയാണ്. എൻ്റെ പ്രാർത്ഥന ലോകത്തിൽ ആരും കേൾക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവ സാക്ഷിയാണ്. ഈ സന്ധ്യാവേളയിൽ അതിനെ മുൻനിർത്തി ഞാൻ അതിൽ നിന്നൊരു വിഷയം എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ സാക്ഷ്യം വഹിക്കുന്ന ഒരുത്തനുണ്ട്. രാത്രിയുടെ ഏതാമമായിരുന്നാലും, ഒറ്റയ്ക്കിരുന്നായിരുന്നാലും, ഉപവാസത്തിലായിരുന്നാലും, എങ്ങനെയായിരുന്നാലും പ്രാർത്ഥനകൾക്ക് സാക്ഷി നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് നമ്മുടെ ദൈവം, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. അവിടെ അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഈ കാണുവാൻ വാഞ്ചിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ഈ രാത്രികാലം നാം ധ്യാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ആത്മീക വരം വല്ലതും നിങ്ങൾക്കൊന്ന് നൽകേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇമ്പാർട്ട് എന്നുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ എന്നുള്ള ഒരു വിഷയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആത്മീയ ലോകത്തിൽ വളരെയധികം വിമർശിക്കപ്പെടുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ഇമ്പാർട്ടിയുണ്ട്, ഒരു ഇമ്പാർട്ടറുണ്ട്, ഒരു ഇമ്പാർട്ടേഷൻ നൽകപ്പെടുന്ന സംഗതിയുണ്ട്. ഈ സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ പല വിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതായിരുന്നാലും ഈ സന്ധ്യാവേളയിൽ ആ ഒരു കോൺസ്പിറസിയിലേക്കോ ആ ഒരു കോൺട്രവേഴ്സ്യൽ ചർച്ചകളിലേക്കൊന്നുമല്ല കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നിൽ വ്യാപരിക്കുന്നതായ ആ കൃപാവരം നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ അവിടെ വരുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ പൗലോസ് ഇവിടെ പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 3 കാര്യങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന്, ആ കൃപാവരം സ്വീകരിക്കേണ്ടതായ ഒരു വിഭാഗം. 2, അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നതായ കൃപാവരം. 3, ആ കൃപാവരം നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതായ പൗലോസ്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ കൃപാവരം വല്ലതും നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരണം. ഞാൻ ഈ വാക്യത്തെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ അമ്മ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്നൊരു കാലം ഞാൻ ഓർത്തു. അന്ന് അമ്മച്ചി ഒരു ബസ് കയറിയാണ് വരുന്നത്. കൊട്ടാരക്കരയാണ് എൻ്റെ അമ്മ വീട്, ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ്. അപ്പം
അമ്മച്ചി വരുന്ന ഒരു സമയത്തിലേക്ക് വരുമ്പോൾ അമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ആ സമയത്ത് അപ്പം അന്ന് വിളിച്ചു പറയും, ഞങ്ങൾ കൊച്ചുമക്കളാരെങ്കിലും, ഞാനോ എൻ്റെ ചേട്ടനോ ആരെങ്കിലും അമ്മച്ചി ബസ് ഇറങ്ങുന്നിടത്ത് പോയി നിൽക്കണേന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ് ഇറങ്ങി അമ്മച്ചി വരുമ്പോൾ 2 കൈ നിറച്ച്, അന്നൊക്കെ ഒരു ബിഗ് ഷോപ്പറുണ്ട്, ഇപ്പോൾ അതൊന്നും കാണാറില്ല, ഈ മുളയുടെ കമ്പ് പോലൊരു സാധനമൊക്കെ മേളി വെച്ച് അങ്ങനെ ഒരു ബിഗ് ഷോപ്പർ, ഈ 2 ബിഗ് ഷോപ്പറും അമ്മച്ചി ആ ക്ലീനറായിരിക്കും ചിലപ്പോൾ എടുത്ത് ആ ബസ്സിന് വെളിയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പിടിച്ചിട്ട് അമ്മച്ചി ഇതിൻ്റെ സൈഡ് ഓരോ കാതയെ പിടിക്കും, മറ്റേ 2 കാതയിൽ ഞാനും എൻ്റെ അച്ചാച്ചനും പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് അടുത്തായി ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഈ അമ്മച്ചി വീട്ടിലേക്ക് ആ മോളെ കാണാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലൊരു കൊല കെട്ടുമ്പോൾ, ആ വീട്ടിൽ ചിലപ്പോൾ ഒരു കൂമ്പൊടിക്കുമ്പോൾ, ആ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വട്ടയപ്പം ചുടുമ്പോൾ, അന്നേരമൊക്കെ അവരുടെ ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ മകളുടെ അടുക്കൽ ഇതൊന്ന് കൊണ്ടുപോകണം. മകളെ കാണാനുള്ള ആശയല്ല, അതിലുപരിയായിട്ട് നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടത്, അവക്കെന്താ ഒന്ന് അവക്കെന്താ ഒന്ന് കൊണ്ടു കൊടുക്കേണ്ടത്. പിൻകാലത്ത് ഞാൻ ഇതിൻ്റെ വേറൊരു വർഷം കണ്ടത്, എൻ്റെ ഡാഡിയൊക്കെ വിദേശത്തു നിന്ന് വരുമ്പോൾ അന്നൊക്കെ നമുക്കറിയാലോ, അന്നൊക്കെ ഇത്രയും പെട്ടി സംസ്കാരമല്ല, അന്നൊക്കെ ഇങ്ങനെ ഒരു കാർഡ് ബോർഡ്, ടി വിയുടെയോ അതിൻ്റെ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡിനകത്ത് സാധനമൊക്കെ നിറച്ച് ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കയർ വെച്ചൊക്കെ കെട്ടി, പണ്ട് ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നത് തന്നെ ഒരു ആഘോഷമാണ്. എല്ലാവരും കൂടെ ചേർന്ന് പെട്ടി പാക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഗൾഫിൽ കടന്നു പോകുന്ന ആൾക്കാർക്ക്, ഇന്നിപ്പോൾ എക്സ് ഗൾഫ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ ഈ ഒരു 10 മാസത്തിലോ 1 വർഷത്തിലോ നാട്ടിൽ വരുമ്പോൾ ഇവരിവിടുന്ന് അവിടെ ചെന്നാൽ അന്ന് തുടങ്ങി ഇവരുടെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം എന്നറിയാമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അടുത്ത ലീവിന് പോകുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കും, എൻ്റെ അടുത്ത ലീവിന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ലീവിന് വരുമ്പോൾ ഈ കൊച്ചു പെമ്പിള്ളാരൊക്കെ ആണെങ്കിൽ അപ്പൻ്റെ മടി കയറി ഇരുന്നിട്ട് പറയും, പപ്പ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഈ സാധനം കൊണ്ട് തരണം കേട്ടോ, പപ്പ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പാവ കൊണ്ട് തരണം, ഡൊണാൾഡ് ഡക്കിനെ കൊണ്ട് തരണം, ഈ ഡക്കിനെ കൊണ്ട് തരണം എന്നൊക്കെ, ഇങ്ങനത്തെ ലൈറ്റ് കത്തുന്ന പേന കൊണ്ട് തരണം, ഇതൊക്കെ പറയും. ഈ പെങ്കൊച്ചോ ആങ്കൊച്ചോ ഒക്കെ ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇത് മറന്നു പോകും. പക്ഷേ അപ്പനിത് മറക്കത്തില്ല. ചെല്ലുന്ന കാലം തുടങ്ങി ഇങ്ങനെ ഓരോ സൂപ്പർ മാർക്കറ്റിലും പോകുമ്പോൾ അതൊക്കെ കാണാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് ഈ സാധനം എല്ലാം പറക്കി വെച്ചിരിക്കും. എന്നിട്ട് ആ വരുന്ന സമയത്ത് ഇതെല്ലാം അങ്ങോട്ട് വാരി കിട്ടി ഇങ്ങനെ വരുന്ന ഒരു വരവുണ്ട്. അപ്പോൾ ഈ നാട്ടിലോട്ട് വരുന്നത് കാണണമെന്നുള്ളതിനെക്കാട്ടിലുപരി ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് കൊണ്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ വർഷത്തിലൊരിക്കൽ 2 വർഷത്തിലൊരിക്കലൊക്കെ ഈ അപ്പന്മാർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്നത്. ഞങ്ങളുടെ അടുത്തൊരു അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2 വർഷമോ 3 വർഷമോ ഒക്കെ, ചിലപ്പോൾ അന്നൊക്കെ സൗദിയിലൊക്കെ ഭയങ്കര ദുരിതമുള്ള കാലമാണ്, ചിലപ്പോൾ ഒക്കെ പുള്ളി 2 വർഷത്തിൽ ആ അറബി വിടത്തില്ല, 3 വർഷം 4 വർഷമൊക്കെ കൂടുമ്പോഴാണ്. അവസാന കാലങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കുറച്ചുകൂടെ ഡെവലപ്പായി 2 വർഷം കഴിയുമ്പോൾ പുള്ളി വരാൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം എല്ലാം കൂടെ കപ്പലേക്ക് കയറ്റി അയക്കും കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ അന്നത്തേക്ക് കഷ്ടത, ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭീകരമായ ഒരു കാലമായിരുന്നു. ആകയാൽ ഇവിടെ പൗലോസ് അതുപോലൊരു അപ്പൻ്റെ വാത്സല്യത്തോടെ, ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി പറയാം, നിങ്ങളുടെ അടുക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരണം, ആ കൃപാവരം നിങ്ങൾക്കൊന്ന് തരേണ്ടതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും അവർക്കൊന്ന് കൊടുക്കാൻ കാണണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കാണണം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവനൊരു വീട്ടിൽ കടന്നു ചെന്നാൽ, അവനൊരു സഭയിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ സഭയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ലഭിക്കുമോ എന്നുള്ളതല്ല, അവൻ എന്തവിടെ കൊടുക്കാൻ കഴിയും. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആദ്യം ആ വീട്ടിൽ അങ്ങോട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സമാധാനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. കൊടുത്തിട്ട് നിങ്ങൾ അവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വീട്ടിൽ പോയി നിങ്ങൾ കൊടുക്കുക. കൊടുക്കുവാനാണ് ഒരു ദൈവദാസൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കൊടുക്കുവാനാണ് നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹവും കൃപയും കൊടുക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നമ്മളുടെ സന്ദർശനങ്ങളൊക്കെ, നമ്മളൊരു വീട് സന്ദർശിച്ചാൽ, നമ്മളൊരു സഭ സന്ദർശിച്ചാൽ, നമ്മളൊരു കർത്തൃദാസനെ സന്ദർശിച്ചാൽ, നമ്മൾ ഒരു കുടുംബത്തെ സന്ദർശിച്ചാൽ, ആ കുടുംബത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്ത് നമുക്കവിടെ കൊടുക്കുവാൻ കഴിയുമെന്ന്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം പ്രത്യേകിച്ച് ഇതിനെ സാധൂകരിക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ വിരുന്നിന് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും, അവിടെ കൊച്ചുങ്ങളുള്ള വീടാണ്, എന്തോ ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്നേ. ഒന്നും മേടിക്കാതെ നമ്മളൊന്നും എങ്ങും പോവുകയില്ല. കാരണം അത് നമ്മൾ കൊടുക്കുവാൻ തക്കവണ്ണമാണ് പോകുന്നത്. ഇത് ഭൗമികമായി നാം കൊടുക്കുവാൻ പോകുന്നവരായിരിക്കണം, ആത്മീകമായി നാം കൊടുക്കുവാൻ പോകുന്നവരായിരിക്കണം. നമ്മൾ ഒരിടത്ത് കടന്നു ചെല്ലുമ്പോൾ അവർക്കതൊരു അനുഗ്രഹവും നന്മയുമായിരിക്കണം. നമ്മൾ എലിസബത്തിൻ്റെയും മറിയയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39, 40, 41 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ
ബന്ധപ്പെട്ടു ചെന്നു. ആ വാക്യത്തിലെ ഒരു ഭാഗം ശ്രദ്ധിക്കണമേ. മറിയ എലിശബേത്തിൻ്റെ അടുക്കൽ അവിടെ ബന്ധപ്പെട്ടു ചെന്നു എന്നാണ് പറയുന്നത്. മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ. ആകയാൽ ഈ യഹൂദ്യ എലിശബേത്ത് താമസിച്ചിരുന്ന ഏതോ ഒരു മലമ്പ്രദേശത്തായിരുന്നു. ഈ ഗർഭിണിയായിരിക്കുന്ന മറിയ അവൾ എന്ത് ചെയ്യുകയാണ്? അവൾ ആ ഗർഭാവസ്ഥയുടെ പ്രാരംഭകാലങ്ങളാണ്. ഈ ഗർഭാവസ്ഥയുടെ പ്രാരംഭകാലത്ത് ഇവൾ എലിശബേത്തിൻ്റെ അടുക്കൽ കടന്ന് ബുദ്ധിമുട്ടുന്ന ചില സ്ഥലങ്ങളുണ്ടായിരിക്കും, ചെന്നെത്തിപ്പെടുവാൻ പ്രയാസമുള്ള കാലങ്ങൾ. നമ്മൾ സുവിശേഷ വേലയോടനുബന്ധിച്ച് പല ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ, ദൈവമേ, പിതാക്കന്മാർ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വേല സ്ഥാപിച്ചു? ഈ കാട്ടിനകത്ത്, ഈ മലയ്ക്കകത്ത് അവരെങ്ങനെ ഇവിടെ കയറി വന്നു? ഇന്നത്തെ പോലത്തെ വാഹനങ്ങളോ, 4 വീൽ ഡ്രൈവ് വാഹനങ്ങളോ, ടാറിട്ട റോഡോ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഈ അപ്പച്ചന്മാരൊക്കെ എങ്ങനെ അവരിവിടെ കയറി വന്നു? ഇവിടെ ഇങ്ങനെ ഒരു ഗോത്രമുണ്ടെന്ന്, ഇവിടെ ഇങ്ങനെ ഒരു ജനമുണ്ടെന്ന് എങ്ങനെ അവർ തിരിച്ചറിഞ്ഞു? ഞാൻ പലയിടങ്ങളിലും പോയി നിന്നിട്ട് അവിടെയുള്ള സഭകളെ, അവിടെയുള്ള ദൈവമക്കളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ലജ്ജിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അപ്പാ, ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്നും ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു ദൈവമക്കളുണ്ടെന്നും ഇവിടെ കടന്നു വരാൻ അവർക്ക് എങ്ങനെ വഴി കണ്ടു? അവർ ആ വഴി കണ്ടിട്ട് എങ്ങനെ ഇവിടെ കയറി വരാൻ അവരുടെ മനസ്സിന് ധൈര്യം ഉണ്ടായി? ചെങ്കുത്തായ പാതകളെ, കരിങ്കൽ പാളികളെ കടന്ന് ആ വഴുവഴുപ്പും ചതുപ്പുള്ള ഇടങ്ങളെ അവർ എങ്ങനെ അതിജീവിച്ച് അവിടെ കടന്നു വന്ന് കർത്താവേ, നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ട്, ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ചില ഇടങ്ങളെ കണ്ടിട്ട്. അപ്രകാരം ഇവിടെ മറിയം ബന്ധപ്പെട്ട് എലിശബേത്തിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സെക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിശബേത്തിനെ വന്ദിച്ചു. ഈ എലിശബേത്തിനെ മറിയം വന്ദിച്ച ഉടനെ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? എലിശബേത്തിൻ്റെ ഉള്ളിലെ പിള്ള തുള്ളുവാൻ തുടങ്ങി. അപ്പോൾ മറിയം അവിടെ ചെല്ലുമ്പോൾ ഒരു സ്പിരിറ്റ് ഇമ്പാർട്ടേഷൻ നടക്കുകയാണ്. അവളുടെ വന്ദനത്തിൽ തന്നെ ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിനുള്ളതായ ഒരു സന്തോഷത്തെ കൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 41 വാക്യത്തിൻ്റെ 2 ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എലിശബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിശബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ആമേൻ. മറിയയുടെ വിസിറ്റേഷൻ എലിശബേത്തിനെ സ്പിരിറ്റ് ഫിൽഡാക്കി. മറിയയുടെ വിസിറ്റേഷൻ എലിശബേത്തിനെ സ്പിരിറ്റ് ഫിൽഡാക്കി. ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ സഭയിൽ കടന്നു ചെല്ലുമ്പോൾ ആ സഭ ഒന്ന് സ്പിരിറ്റ് ഫിൽഡ് ആവട്ടെ. ഞാനൊരിടത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലം ഒന്ന് സ്പിരിറ്റ് ഫിൽഡ് ആകട്ടെ. മറിയത്തിനൊരു അഭിഷേകം ലഭിച്ചു. ആ അഭിഷേകവുമായി മറിയ ബന്ധപ്പെട്ട് എലിശബേത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലം സ്പിരിറ്റ് ഫിൽഡായി. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ പറയാം, നമ്മളുടെ ഉള്ളിൽ ദൈവം നൽകിയ അഭിഷേകത്തോടുകൂടെ ബന്ധപ്പെട്ട് നമ്മൾ ഒരിടത്ത് ചെന്നാൽ അവിടെ ഒരു സ്പിരിറ്റ് ഇമ്പാർട്ടേഷൻ, അവിടെ ഒരു സ്പിരിറ്റ് ഫില്ലിംഗ് കാണുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകും. അങ്ങനെ വരുമ്പോൾ 42 വാക്യത്തിൽ ഈ എലിശബേത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉടനെ എലിശബേത്ത് തിരിച്ചെന്താ പറയുന്നതെന്നറിയാവോ? നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബന്ധപ്പെട്ട് ഒരിടത്ത് ചെന്ന് നമ്മളിൽ നിന്ന് ഒരു അഭിഷേകം, നമ്മളിൽ നിന്നൊരു കൃപ, നമ്മളിൽ നിന്ന് ഒരാൾക്കൊരു നന്മ പകർന്നു കൊടുത്താൽ അത് നമുക്കൊരു അനുഗ്രഹമാണ്. അതൊരു അനുഗ്രഹമാണ്. വീണ്ടും അതിൻ്റെ 43 വാക്യത്തിലേക്ക് വരുമ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച മാത്രമല്ല മറിയം അവിടെ ചെല്ലുമ്പോൾ എലിശബേത്തിന് ലഭിച്ചത്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം. ആമേൻ. എലിശബേത്തിൻ്റെ അടുക്കൽ മറിയം ചെന്നപ്പോൾ എലിശബേത്ത് മാനിക്കപ്പെടുകയായിരുന്നു. ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ അറിയാം, നമ്മൾ ചില വീടുകളിൽ അവർക്കൊരു മാന്യതയാണ്. നമ്മൾ ചില രോഗികളെ സന്ദർശിച്ചാൽ അവർക്കൊരു മാന്യതയാണ്. ദൈവം നമ്മളെ അങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നല്ലോ, ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നല്ലോ. ആ അനുഗ്രഹത്തെ നമ്മൾ ആവോളം പ്രയോജനപ്പെടുത്തണം. എത്രയോ ഇടങ്ങളിൽ നമുക്കറിയാം, നമ്മൾ അവിടെ ചെന്ന് ആ ഒരു ചെറിയ കുടിലിലേക്ക്, ആ ഒരു ചെറിയ വീട്ടിലേക്ക് നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടോട്ടൊന്ന് കയറി ചെല്ലുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും, അവർക്കൊരു മാനം തോന്നും. ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ അടുക്കൽ വന്നല്ലോ, ഞങ്ങളുടെ കർത്തൃദാസൻ ഞങ്ങളുടെ അടുക്കൽ വന്നല്ലോ, ഈ എളിയവൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ ദൈവദാസൻ വന്നല്ലോ. ആമേൻ. അത് അവരുടെ ചുറ്റുപാടുകളുടെ ഒക്കെ നടുവിൽ ചിലപ്പോൾ ഒക്കെ
നമ്മൾ വളരെ ചില ചേരി പ്രദേശങ്ങളിലൊക്കെ കടന്ന് അവിടെ നമ്മുടെ ദൈവമക്കൾ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവിടേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ ചേരി പ്രദേശത്ത് ഇപ്പോൾ ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള കർത്തൃദാസന്മാരുണ്ടെങ്കിൽ അറിയാം, അവിടെയൊക്കെ ഇങ്ങനെ ലൈനായിട്ട് അടുക്കിയ വീടുകൾ കാണും. അതിലേതെങ്കിലും ഒരു വീടായിരിക്കും നമുക്കുള്ള വീട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ തെരുവിലുള്ളതായ ഒരു 10-20 കുട്ടികളെല്ലാം കൂടെ നമ്മുടെ പുറകെ ഇങ്ങനെ വരും. അവരെല്ലാം പറയും ഇന്ന വീട്ടിലേക്ക് പോകുക, ഇന്ന വീട്ടിലേക്ക് പോവുകയാണെന്ന്. പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ കുറച്ച് മുട്ടായിയോ എന്തെങ്കിലും സാധനങ്ങളുമായിട്ടൊക്കെ പോകത്തുള്ള ആ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ തക്കവണ്ണം. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്ന് ഇറങ്ങിയൊക്കെ വരുമ്പോൾ ആ പാവപ്പെട്ട ആ വീട്ടിലെ ഒരു പ്രായമുള്ള ഒരു പാട്ടി, ഒരു അമ്മച്ചി, ഒരമ്മയും ഒരു 2 കുട്ടികളും ഒക്കെ ആയിരിക്കും അവിടെ ഉള്ളത്. അവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർക്കും എന്തോ ഒരു സന്തോഷം, ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നുമെന്നറിയാമോ? ആ ചേരി ഒന്ന് വിസിറ്റ് ചെയ്തത് എനിക്കൊരു അനുഗ്രഹമായി. അവിടെ ഞാനൊന്ന് പോയി സുവിശേഷം പറഞ്ഞത് ഒരനുഗ്രഹമായി. ഇനി അവിടെ നമ്മൾ ചെന്ന് ആ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചുറ്റുപാടുള്ള ഒത്തിരി പേരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുത്തിട്ട് പറയും, പാസ്റ്റർ ജി ഇവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ, പാസ്റ്റർ ഇവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ, പാസ്റ്റർ ഇവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ. അമ്മ, എത്ര മനോഹരമായിരിക്കുന്ന അനുഭവം. ഇവിടെ മറിയം ബന്ധപ്പെട്ട് മലയിൽ കടന്നു ചെന്നു, എലിസബത്തിനെ കണ്ടു. അപ്പോൾ ഒരു സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ അവിടെ ഉണ്ടായി. മറിയത്തിൽ നിന്ന് എന്തോ ഒന്ന് എലിസബത്തിൽ ചെന്നു. എലിസബത്ത് സന്തോഷിച്ചു. എലിസബത്തിൻ്റെ പിള്ള തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എലിസബത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിറവ് കൊണ്ട് അവളുടെ സൗണ്ടൊക്കെ അങ്ങ് എക്സ്പ്ലോഡായി. അവൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, മറിയത്തെ നോക്കി പറഞ്ഞു, മറിയേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ, മറിയേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ മാനിച്ചെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. ആമേൻ. അവിടെ നമുക്ക് ഈ ഒരു അനുഭവത്തെ കാണുവാൻ കഴിയും. എന്നാൽ നാം ഇന്ന് രാത്രികാലം ഈ ഭാഗത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് കൃപാവരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന്, ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് എന്തിനാണ് അവിടെ കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുവാൻ കഴിയുന്ന ഒരു ഭാഗം, ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ആകയാൽ പൗലോസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞ് പറയുകയാണ്, സഭയെ ഈ നാളുകളിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയം, നിങ്ങൾക്ക് ആത്മീകമായ വരം വല്ലതും ലഭിക്കണം. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, പൗലോസ് സഭയെ നോക്കി പറയുക, ഏറ്റവും നീഡ് ഓഫ് ദ അവർ, നീഡ് ഓഫ് ദ ചർച്ച്, അത് എന്ന് പറഞ്ഞാൽ ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന്, ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന്, അതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പൗലോസ് ഇന്നും ദൈവസഭയോട് പറയുകയാണ്, സഭയെ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വിഷയം അത് വരങ്ങളാണ്, ആത്മീക വരങ്ങളാണ്. ഒരു ദൈവസഭയ്ക്ക് വരം ലഭിക്കേണ്ട, ഒരു ദൈവ പൈതലിന് വരം ലഭിക്കേണ്ട കാരണങ്ങൾ എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ വരങ്ങളാൽ നിറയപ്പെടണം? ചില വിഷയങ്ങളിലേക്ക് കടന്നു വരാം. ഒന്നാമതായി നാം ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, നിനക്ക് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. റോമർ 1:11 നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി, ടു എസ്റ്റാബ്ലിഷ്, നിങ്ങളുടെ ഒരു സ്ഥിരീകരണത്തിന്, നിങ്ങളുടെ ഒരു യഥാസ്ഥാപനത്തിനായി നിങ്ങൾക്ക് ആത്മീക വരം വേണം. ഒരു ദൈവ പൈതൽ യഥാസ്ഥാപനപ്പെടുവാൻ, അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ അവനൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് വരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു വീടിനു വേണ്ടി കട്ട ഇറക്കി വെച്ചതുകൊണ്ടോ സിമെൻ്റ് ഇറക്കിയതുകൊണ്ടോ മണലിറക്കിയതുകൊണ്ടോ അത് എസ്റ്റാബ്ലിഷ്ഡ് ആവത്തില്ല. നമ്മളുടെ ആശയങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവത്തില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിതം ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി തീരുവാൻ നമ്മൾ ഒരു കാറ്റിനാലും ഒരു തിരയാലും ഒരു സംഗതികളാലും ഒരു സാഹചര്യങ്ങളാലും ഉലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ വി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെയ്ത്ത്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. എങ്ങനെ ഒരു മനുഷ്യൻ എസ്റ്റാബ്ലിഷ്ഡ് ആകുവാൻ കഴിയും? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 3 കാര്യങ്ങളിൽ കൂടെയാണ്. ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ വചനമുണ്ടാകണം. അവൻ വചനത്താലാണ് അവൻ ഉറപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അവൻ അലഞ്ഞുഴന്നു പോകും. ഉപദേശത്തിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൻ ഉപദേശത്തിൻ്റെ ഒരു വലിയ ഉറപ്പുണ്ടാകണം. യൂദായുടെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. അത് നമുക്ക് ഈ വിശ്വാസത്തിൽ ഒരു മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത്, ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ
വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒന്ന്, ഒരു അഭിഷക്തൻ ആണ് അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്. ഓരോ ദൈവമക്കൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവന് ബൈബിൾ വായിക്കുമ്പോൾ പല ആശയങ്ങൾ തോന്നാം. അവന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ വരാം. അവൻ അന്ന് വരെ 1000 ദൈവങ്ങളോടും 30,000 പുണ്യാളന്മാരോടും 20,000 മധ്യസ്ഥന്മാരോടും പ്രാർത്ഥിച്ചവനായിരിക്കാം. അവൻ അന്ന് വരെ മെഴുകുതിരി കത്തിച്ച് വെച്ച് കണ്ടുകൊണ്ടിരുന്നവനായിരിക്കാം. അന്ന് വരെ അവൻ ഫോട്ടോയിൽ നോക്കി ദീർഘശ്വാസം വിട്ടവനായിരിക്കാം. ആകയാൽ അവന് പ്രാർത്ഥനയിലേക്ക്, അവനെ ആത്മീയ ജീവിതത്തിലേക്ക് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം ഒരു എക്സ്പീരിയൻസ്ഡ് സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു അനോയിൻറ്റഡ് സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു ദൈവദാസൻ അവന് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ അറിവ് അവന് ആവശ്യമാണ്. 2, ഒരു ദൈവദാസൻ ആവശ്യമാണ്. 3-ാമതായി അവനെ ഉറപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരങ്ങൾ വേണം. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, കൃപാവരങ്ങൾ നമ്മളെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. കൃപാവരങ്ങൾ നമ്മളെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആകയാൽ ഈ രാത്രികാലം നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ നിൻ്റെ കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ഏത് തിരകൾ വന്നാലും, ഓളങ്ങൾ വന്നാലും, അലകൾ വന്നാലും, ഒരു ദൈവപൈതലിൽ കൃപാവരമുണ്ടെങ്കിൽ അവൻ ആടി ഉലയാതെ, അവൻ സ്ഥിരീകരിക്കപ്പെട്ടവനായി, അവൻ എസ്റ്റാബ്ലിഷ്ഡായി, അവൻ ഉറപ്പുള്ളവനായി കാണപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൻ അംഗീകരിക്കപ്പെട്ടവനായി, ഉറപ്പുള്ളവനായി കാണപ്പെടുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. 2-ാമതായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൃപാവരം വേണ്ടത്, ഇതിനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൗലോസിൻ്റെ കപ്പൽ യാത്രയിൽ ആ കപ്പലിലുള്ള 270-ലധികം പേരും ആകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ പൗലോസ് he was established there. എന്തുകൊണ്ടാണ് പൗലോസ് അവിടെ ഉറപ്പുള്ളവനായി നിന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ രാത്രിയിൽ പൗലോസ് ഒരു ദൈവശബ്ദം കേട്ടു, കൃപാവരമുള്ളവനായിരുന്നു. കപ്പൽ ആടി ഉലഞ്ഞാലും, ചരക്ക് പുറത്തു പോയാലും, കപ്പലിലുള്ളവർ മുഴുവൻ നിരാശപ്പെട്ട് ആടി ഉലഞ്ഞിട്ടും പൗലോസ് ആടി ഉലഞ്ഞില്ല. he was established there. എന്താണ് കാരണം? പൗലോസിലുണ്ടായിരുന്ന കൃപാവരമാണ്. ആകയാൽ ഒരു ദൈവപൈതൽ കൃപാവരമുണ്ടെങ്കിൽ he will be established in faith. അവൻ ആടി ഉലയത്തില്ല, അവൻ ഉറപ്പുള്ളവനായിരിക്കും, അവൻ കുലുങ്ങിപ്പോകത്തില്ല. 2-ാമതായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൃപാവരങ്ങളുടെ ആവശ്യകതയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഇതേ റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനവും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവുമാണ് കൃപാവരങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രതിപാദിക്കുന്ന വിഷയം. ഉപദേശങ്ങളുടെ അടുക്ക് പറയുന്നത് ഈ 2 ലേഖനങ്ങളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. അടുത്ത ഭാഗം, ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി കവിഞ്ഞിരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഓ, എത്ര മനോഹരമാണ്! കൃപാവരം നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. കൃപാവരം നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക പാപങ്ങളെ മോചിക്കുന്ന, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ആകയാൽ ഒരു ദൈവപൈതൽ കൃപാവരത്താൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള അനേകമായ ലംഘനങ്ങൾ മോചിക്കപ്പെടത്തക്കവണ്ണമുള്ളതായ ഒരു നീതീകരണ വിധി, അവനെ നീതീകരിപ്പാൻ തക്കവണ്ണം സ്വർഗം അവന് വേണ്ടി ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് ഹേതുവാണ് ഒരു ദൈവപൈതലിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഈ രാത്രി ദൈവത്തിന്റെ കൃപയ്ക്കായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ട്, അവന്റെ കൃപാവരത്തിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ട്, അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി തീരുന്നത് ദൈവത്തിന്റെ കൃപാവരമാണ്. ഒരു ദൈവപൈതൽ കൃപാവരത്താൽ നിറയപ്പെടുമ്പോൾ, ഒരു ദൈവപൈതൽ കൃപാവരത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ആ കൃപാവരം അവന് വേണ്ടി ദൈവം ഒരു നീതീകരണ വിധിയെ പുറപ്പെടുവിക്കുവാൻ കാരണമായി തീരുന്നു എന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും നാം തുടർന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കേണ്ട 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11 ചോദ്യങ്ങളെ ചോദിക്കുന്നിടത്ത് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീതീകരിക്കുന്നവൻ ദൈവം, നമ്മളെ പിന്നീട് കുറ്റം വിധിപ്പാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ നീതീകരണ വിധി എപ്പോഴാണ് പുറപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആ നീതീകരണ വിധി കൃപാവരത്താലാണ് പുറപ്പെടുന്നത്. കൃപാവരത്താൽ, വിശ്വാസത്താലാണ് അവൻ നീതീകരിക്കപ്പെടുന്നത്. ആ നീതീകരണ വിധി എങ്ങനെയാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്? കൃപാവരത്താലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ
നിങ്ങൾക്ക് കൃപാവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ എനിക്കൊരു കൃപാവരം വേണം, കർത്താവേ എനിക്കൊരു കൃപാവരം വേണം, കർത്താവേ എനിക്കൊരു കൃപാവരം വേണം. കൃപാവരത്തിൻ്റെ പ്രത്യേകത അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവാണ് കൃപാവരം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും കൃപാവരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ വിശുദ്ധ പൗലോസ് കുടുംബജീവിതത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളെക്കുറിച്ചും പറയുകയാണ്. അവിടെ ആ കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അവിടെ ഈ 7-ാം അധ്യായത്തിലേക്ക്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, ഓരോരുത്തരും സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. ആകയാൽ വിവാഹ ജീവിതത്തെ, കുടുംബജീവിതത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പൗലോസ് പറയുകയാണ്, ഇതൊക്കെ സാധ്യമായി വരുന്നത് അവനവന് നൽകപ്പെടുന്ന കൃപാവരങ്ങളിൽ കൂടെയാണ്. താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. ആകയാൽ ഒരു കുടുംബജീവിതത്തിന് ഒരു കൃപാവരം ആവശ്യമാണ്. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിന് കൃപാവരം ആവശ്യമാണ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എങ്ങാനും കുടുംബങ്ങളിൽ ഒരു സ്വസ്ഥതയില്ലാതെ, കുടുംബങ്ങൾ അലോസരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്താട്ടെ, മക്കളെ, കൃപാവരമാണ് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം. കൃപാവരം അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ കൃപാവരത്തിൻ്റെ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. 1, കൃപാവരം നമ്മളെ സ്ഥിരീകരിക്കും. 2, കൃപാവരം നമ്മുടെ പാപങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധി ദൈവം പുറപ്പെടുവിക്കുവാൻ കാരണമായി തീരും. 3, കൃപാവരം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണ, കുടുംബജീവിതത്തിൻ്റെ ധാർമ്മികത സൂക്ഷിപ്പാൻ അത് നമ്മളെ കൃപാവരം സഹായിക്കും. വീണ്ടും അടുത്തതായി അതിൻ്റെ 4-ാം ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 4-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്താണ് ആ കൃപാവരം എന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് ശുശ്രൂഷിക്കുവിൻ. ആകയാൽ അവിടെ പറയുകയാണ്, ഓരോരുത്തരും വരം ലഭിച്ചു കഴിയുമ്പോൾ അവർക്ക് അവരുടെ 2 കാര്യങ്ങളെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. വരം ലഭിക്കുമ്പോൾ, 1, അവൻ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകനായി തീരുകയാണ്. വരം ലഭിക്കുമ്പോൾ അവൻ ഗ്രഹവിചാരകനായി തീരുകയാണ്. വരം ലഭിക്കുന്നവൻ പിന്നീട് അടിമയല്ല, വരം ലഭിക്കുന്നവൻ ഗ്രഹവിചാരകനാണ്. നാം ശ്രദ്ധിക്കുമ്പോൾ യോസെഫ് പൊത്തിഫറിൻ്റെ വീട്ടിലേക്ക് അടിമയായിട്ടാണ് കടന്നു ചെന്നത്. പക്ഷേ ഈ യോസെഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ എല്ലാ കാലവും അടിമയായിരുന്നില്ല. അവൻ ആ പൊത്തിഫറിൻ്റെ വീട്ടിൽ ഗ്രഹവിചാരകനായി തീർന്നു. ആകയാൽ അവൻ ചെന്നത് അടിമയായിട്ടാണ്, പക്ഷേ അവൻ ജീവിച്ചത് ആരായിട്ടാണ്? അവൻ ഗ്രഹവിചാരകനായിട്ടാണ്. എന്താണ് കാരണം? യോസെഫിൻ്റെ മേൽ ഉണ്ടായിരുന്ന കൃപാവരമാണ്. ആകയാൽ ഒരു ദൈവ പൈതലിൽ അവൻ്റെ സ്ഥാനത്ത്, അവൻ്റെ അവസ്ഥകളിൽ അവൻ ഒരു അധികാരിയായി തീരുവാൻ തക്കവണ്ണം അവനൊരു കൃപാവരം ഉണ്ടാകണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ, വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി തീരുന്നു. ഒരു ദൈവ പൈതലിൽ കൃപാവരം വ്യാപരിച്ചു കഴിഞ്ഞാൽ അവൻ സഭയ്ക്കകത്ത് വന്നു പോകുന്ന ഒരാളായിരിക്കത്തില്ല. ഒരു ദൈവ പൈതലിൽ കൃപാവരം വ്യാപരിച്ചാൽ അവൻ്റെ കുടുംബത്തിൽ ഒരു വഴിപോക്കനെ പോലെ പാർക്കുന്നവനായിരിക്കത്തില്ല. അവനൊരു ഗ്രഹവിചാരകത്വത്തിലേക്ക്, അവനൊരു അധികാരത്തിലേക്ക് കടന്നു വരും. എന്നാൽ ആ അധികാരത്തിൻ്റെ അടുത്ത മറ്റൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ ആ കൃപാവരം കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവാൻ കഴിയും. ഒരു മനുഷ്യന് കൃപാവരം ലഭിച്ചു കഴിയുമ്പോൾ അവന് ശുശ്രൂഷിക്കുവാൻ കഴിയുമെന്നാണ് പത്രോസ് പറയുന്നത്. ഒരു മനുഷ്യന് കൃപാവരം ലഭിച്ചാൽ ശുശ്രൂഷിപ്പാൻ കഴിയും. സ്തോത്രം. ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ഇത് 2 വിധത്തിലുള്ള ശുശ്രൂഷയെ നമുക്ക് കാണുവാൻ കഴിയും. ആത്മീകമായ ശുശ്രൂഷയുണ്ട്, ഭൗമികമായ ശുശ്രൂഷയുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നത്
പറയുന്നത് അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്നാണ് പറയുന്നത്. അതിഥി സൽക്കാരം ആചരിപ്പീൻ. ആകയാൽ അവിടെ അതിഥി സൽക്കാരം എന്നൊരു ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് കൃപാവരമുണ്ടെങ്കിൽ ശുശ്രൂഷിപ്പാൻ കഴിയും. ഒരു ദൈവപൈതലിന് കൃപാവരമുണ്ടെങ്കിലേ ശുശ്രൂഷിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അമ്മായിയമ്മയെ നോക്കാൻ മരുമകൾക്കൊരു കൃപാവരം വേണം, അപ്പനെ നോക്കാൻ മക്കൾക്കൊരു കൃപാവരം വേണം, ഭർത്താവിന് വേണ്ടിയ കടപ്പാടുകൾ ചെയ്തു കൊടുക്കാൻ ഒരു കൃപാവരം വേണം. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ശുശ്രൂഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃപാവരമുള്ളവരാണ്. ശുശ്രൂഷിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃപാവരമുള്ളവരാണ്. ഈ ശുശ്രൂഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഭൗമിക ശുശ്രൂഷ, അപ്പോൾ തന്നെ രണ്ട് ആത്മീക ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വരങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 12-ാം അധ്യായത്തിലേക്കാണ് ഈ കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് പറഞ്ഞാൽ. ആകയാൽ കൃപാവരങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് അറിവുണ്ടാകണമെങ്കിൽ അവൻ പഠിച്ചിരിക്കേണ്ടതായ 2 അധ്യായങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായവും 14-ാം അധ്യായവും. 12-14 അധ്യായങ്ങളാണ് കൃപാവരങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്ന അധ്യായം. ഈ 28-ാം വാക്യത്തിലേക്ക് ഈ കൃപാവരങ്ങളുടെ 9 കൃപാവരങ്ങളും വ്യക്തമായി അടുക്കായിട്ട് ഈ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആത്മജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം തുടങ്ങി വീര്യപ്രവർത്തികളുടെ 9 വരങ്ങളും അടുക്കായിട്ട് പറയുന്ന ഈ തിയോളജിക്കൽ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പറയുന്ന ഈ 9 കൃപാവരങ്ങളും അടുക്കായിട്ട് എഴുതിയിരിക്കുന്നത് ഈ 12-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ ഈ കൃപാവരങ്ങളെ അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കൃപാവരങ്ങളെ 2 ഡിവിഷനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, അവസാനമായി വിവിധ ഭാഷാവരം. ഈ 3 വരങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ്, അത് ആത്മീയ ശുശ്രൂഷകളാണ്. അതൊരു പുൾപിറ്റിലോ അതൊരു സഭയ്ക്കകത്തോ ശുശ്രൂഷയാണ് ആ 3 ശുശ്രൂഷകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീര്യപ്രവൃത്തി, രോഗശാന്തി, ഭാഷാവരം. ഇതൊക്കെ ഒരു സഭാ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട അളവിലാണ് ഈ ശുശ്രൂഷകൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിനിടയ്ക്ക് മറ്റ് 2 വരങ്ങളെക്കുറിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം. ഈ സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, ഇത് രണ്ടും ഒരു എന്താ പറയുന്നത്, ഒരു പ്രസംഗ ശുശ്രൂഷ പോലെ, ഒരു സംഗീത ശുശ്രൂഷ പോലെ, ഒരു കൃപാവര ശുശ്രൂഷയായിട്ട് നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ അതിനെ ഒരു കൃപാവര ശുശ്രൂഷയായിട്ട് പോലും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ കൃപാവര ശുശ്രൂഷകളുടെ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് സഹായം ചെയ്യുവാനും പരിപാലിക്കുവാനും ഉള്ളതായ വരം. ഇന്ന് രാത്രികാലം സഹായം ചെയ്യുവാൻ പലരെയും നോക്കിയിട്ട് നമ്മൾ പറയും, എത്രയോ കാശുണ്ട്, ആർക്കും 10 പൈസ കൊടുക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ കുഴപ്പമല്ല, അവർക്കതിന് വരവില്ലാഞ്ഞിട്ടാ. ആമേൻ. പക്ഷെ നമുക്ക് പലപ്പോഴും ഉള്ളതിൽ നിന്ന് ഒരാൾക്കും കൂടെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതെന്താണെന്നറിയാവോ? ദൈവം നമുക്ക് നൽകിയ വരവാ. ദൈവം നമുക്ക് നൽകിയ വരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലനത്തിനുള്ള വരം, ഇതൊരു ദൈവപൈതലിന് നൽകപ്പെടുന്ന വരങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരമുണ്ടെങ്കിൽ മാത്രമേ അവന് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവരെ സംരക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരെ സഹായിപ്പാൻ. പരിപാലനം എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യുക. അതായത് ഇപ്പോൾ പരിപാലിക്കുക എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അതൊരു പരിപാലനമാണ്. എന്നാൽ ഒരു വ്യക്തി വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവനെ ശുശ്രൂഷിക്കുക, അതും പരിപാലനമാണ്. ആകയാൽ പരിപാലനം എന്നുള്ളത്, ഒന്ന്, പ്രതീക്ഷയോടുകൂടെ നമ്മൾ പരിപാലിക്കുന്നതുണ്ട്. 2, ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ പരിപാലിക്കുന്നതുണ്ട്. ഒരു കുഞ്ഞിനെ നമ്മൾ പരിപാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെക്കുറിച്ചൊരു പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത്. പക്ഷെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അപ്പച്ചനെ അമ്മച്ചി നമ്മൾ പരിപാലിക്കുന്നത് അവരിനി എഴുന്നേറ്റ് വരത്തില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മളവരെ പരിപാലിക്കുന്നത് അതാ ഒരു സ്നേഹം കൊണ്ടാണ്. അതാണ് വരം. ഇന്ന് രാത്രികാലം ശുശ്രൂഷിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് നൽകിയ വരമാണ്. ശുശ്രൂഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അത് വരവില്ലാഞ്ഞിട്ടാണ്. ആമേൻ. പലപ്പോഴും ചിലപ്പോൾ നമ്മളൊക്കെ കുടുംബത്തിൽ പലരും ചിന്തിക്കും,
അയ്യോ എൻ്റെ അപ്പന് 5 മക്കളുണ്ട്, 4 പേരും തിരിഞ്ഞു നോക്കത്തില്ല, ഞാൻ ഒരുത്തിയേ ഉള്ളൂ എൻ്റെ അപ്പനെ നോക്കാൻ. നിനക്ക് മാത്രമേ ദൈവം വരം തന്നിട്ടുള്ളൂ, ബാക്കി 4 പേർക്കോ വരം ദൈവം നൽകിയിട്ടില്ല. ഇന്ന് രാത്രികാലം വരം ലഭിച്ചതോർത്ത് ദൈവത്തിനെ സ്തുതിച്ചാട്ടെ, വരം ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം പല കാര്യങ്ങളിലും ഏൽപ്പിക്കുന്നതും നമ്മൾക്കത് ചെയ്യുവാൻ കഴിയുന്നതും അത് ദൈവം നമുക്ക് നൽകിയ വരം കൊണ്ടാണ്. ആകയാൽ വരത്തിൻ്റെ 4ാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ വരമാണ് നമ്മളെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കൃപാവരം നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന് രാത്രികാലം എത്ര പേര് പറയും, ദൈവമേ ഒരു കൃപാവരം തരണേ. പ്രിയപ്പെട്ടവരെ, കൃപാവരം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ വയസ്സാം കാലത്ത് അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാനുള്ള ചുമതലയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൃപാവരം വേണോ? ചിലരിപ്പം പറഞ്ഞേക്കാം, അപ്പാ കൃപാവരം എൻ്റെ ചേട്ടനോ അനിയനോ എൻ്റെ പെങ്ങൾക്കോ അങ്ങനെ കൊടുത്താൽ മതി, എനിക്ക് എവിടെയെങ്കിലും പോകണം, എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് കൃപാവരം വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാവരം നമ്മളെ ശുശ്രൂഷിപ്പാൻ പ്രാപ്തരായിത്തീരും, നമ്മളെ ശുശ്രൂഷിപ്പാൻ പ്രാപ്തരാക്കി തീർക്കും. അത് ദൈവസഭയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ PV തൊമ്മി എന്ന് പറയുന്ന ഉപദേശിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം, എത്ര മനോഹരമേ. ഈ പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. എന്നോടുള്ള നിൻ സർവ്വനന്മ, ഒത്തിരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ പാട്ടുകളുണ്ട്. ഇദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. പക്ഷെ കുന്നംകുളത്തൊക്കെ വസൂരി പടർന്നു പിടിച്ച കാലത്ത് ഇദ്ദേഹം ഓരോ വീടുകളിലും പോയി ആ വസൂരി രോഗത്താൽ ബാധിതരായവരെ അദ്ദേഹം ശുശ്രൂഷിക്കുമായിരുന്നു. അങ്ങനെ ആ രോഗത്തെ അങ്ങനെ ശുശ്രൂഷിച്ചാണ് തൻ്റെ മകനും താനും പോലും മരിച്ചുപോയത്. ആകയാൽ അത് എന്തുകൊണ്ട് തനിക്ക് ആ വസൂരി ബാധയിൽ പോയി ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു? സ്തോത്രം. അത് തനിക്ക് നൽകപ്പെട്ടതായിരുന്ന കൃപാവരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നത്, ചാരിറ്റി ചെയ്യുന്നത്, അനാഥാലയം നടത്തുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്ത്യാനികൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് എത്രയോ പേര് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ട്രസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി അനാഥാലയവും വൃദ്ധസദനവും ഒക്കെ നടത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയും ജയിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? ശുശ്രൂഷിക്കുക എന്നുള്ളതൊരു കൃപാവരമാണ്. ശുശ്രൂഷിക്കുക എന്നുള്ളതൊരു കൃപാവരമാണ്. ആ കൃപാവരം ദൈവം നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, കുടുംബത്തിൽ മറ്റു പലരും നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ചൊല്ലി പഴിക്കണ്ട, നിങ്ങൾ അവരെ ചൊല്ലി സങ്കടപ്പെടേണ്ട. അവർക്ക് ആ വരവില്ലെന്നേ. ദൈവം നമുക്ക് ആ വരം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. 4ാമതായി കൃപാവരം നമുക്ക് നൽകപ്പെടുന്ന ഈ കൃപാവരത്തിൻ്റെ ഓരോ അനുഭവം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതിയ വീഴുന്നതും ഉന്തിയ വീഴുന്നതും തൊട്ട പറക്കുന്നതും ഇതൊക്കെയാണെന്ന്. അല്ല, കൃപാവരത്തിന് അനേക അനുഭവങ്ങളുണ്ട്. ഈ കൃപാവരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ മറ്റൊരു കൃപാവരത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആ കൃപാവരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അത് ദൈവം തന്നെ വെച്ചതാക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ് കഷ്ടം അനുഭവിപ്പാൻ വരം. ഇപ്പം പലരും ഇതിനകത്തിരുന്ന് തന്നെ ചിന്തിക്കുന്നു, കഷ്ടം അനുഭവിപ്പാൻ പ്രത്യേകിച്ച് വരമൊന്നുമില്ല, വരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജീവിതത്തിൽ, ഇനിയിപ്പം വരം കൂടെ വേണോ കഷ്ടം സഹിക്കാൻ? ചിലപ്പോൾ നമ്മൾ ഇതിനകത്തിരിക്കുന്ന ചിലർ തന്നെ ചിന്തിച്ചേക്കും, കഷ്ടം അനുഭവിക്കാൻ ഇനി പ്രത്യേകിച്ച് വരമൊന്നും വേണ്ടല്ലോ പാസ്റ്ററെ, ജനിച്ച നാൾ തുടങ്ങി അതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, ഇനി അത് പ്രത്യേകിച്ച് വരമായിട്ടൊന്നും കിട്ടേണ്ടതില്ലെന്ന്. ഇല്ല ദൈവമക്കളെ, കഷ്ടത ഒരു വരമാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത ഒരു വരം തന്നെയാണ്. കഷ്ടത ഒരു വരമാണ്. എങ്ങനെ അത് നമുക്ക് കാണുവാൻ കഴിയും കഷ്ടത വരമാണെന്ന്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ ഒരു വരം, കഷ്ടത അനുഭവിപ്പാൻ ഒരു വരം ലഭിക്കുമ്പോൾ, പൗലോസ് ഇത് സുഖമായിട്ടിരിക്കുമ്പോഴല്ല, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്നത് കഷ്ടത ഒരു വരമാണെന്ന്. ഈ കഷ്ടതയുടെ വരം എന്ന് നാം പഠിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ വെളിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പോൾ ഇവിടെ യോഹന്നാൻ തന്നെ താൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിൽ, അവിടെ യേശുവിനെക്കുറിച്ച്, യേശുവിനോടുള്ള കൂട്ടാളിത്തം, പാർട്ടേക്കർ, യേശുവിനോടുകൂടെയുള്ള കമ്പാനിയൻഷിപ്പ്, യേശുവിനോടുകൂടെയുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് താൻ പറയുമ്പോൾ പ്രധാനമായി 3 പാർട്ടേക്കിംഗ് ആണ്, അല്ലെങ്കിൽ 3 കമ്പാനിയൻഷിപ്പാണ് താൻ അവിടെ പറയുന്നത്. 3 പങ്കാളിത്തം. ആ 3 പങ്കാളിത്തങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഒരു പങ്കാളിത്തം. ഒരു ദൈവപൈതലിന് വരം ലഭിച്ച് ആ വരത്താൽ അവന് കഷ്ടം അനുഭവിക്കും. അവൻ ആരായിത്തീരുകയാണ്? ഒരു ദൈവപൈതൽ കഷ്ടം അനുഭവിക്കുകയും
ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടായി അവൻ കഷ്ടം അനുഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ദൈവവുമായി ഒരു കമ്പാനിയൻഷിപ്പിലേക്ക്, ഒരു ടേക്കിംഗ് അനുഭവത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. പലപ്പോഴും ഒരു ദൈവപൈതൽ ചിന്തിക്കും, എന്തിനാ എൻ്റെ ജീവിതത്തിൽ എന്തിനാ ദൈവം ഇങ്ങനെ കഷ്ടമൊക്കെ തരുന്നത്, എന്നെ മാത്രം എന്തിനാ ദൈവം ഇങ്ങനെ കഷ്ടത തരുന്നത്? പ്രിയരെ, കഷ്ടതയുടെ രണ്ട് ഉദ്ദേശങ്ങൾ എന്തെന്നാൽ, ഒന്ന്, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോസസ്സാണ്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോസസ്സാണ്. നമ്മളെ കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു ദൗത്യത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കഷ്ടതയുടെ ഒരു ഭാഗം. രണ്ടാമതായി, കഷ്ടത എന്തെന്നാൽ കഷ്ടതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തേജസ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഒരു പാർട്ടേക്കറായി, ക്രിസ്തുവിനോട് നമ്മളെ തുല്യപ്പെടുത്തുവാൻ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുവാനുള്ളതായിട്ടുള്ള ഒരു അനുഭവമാണ് കഷ്ടത. ആകയാൽ ദൈവം നമുക്ക് കഷ്ടത ഒരു വരമായി നൽകിയിരിക്കുകയാണ്. എല്ലാവർക്കും ആ വരം ലഭിക്കത്തില്ല. ആമേൻ. യോസെഫിന് ഉണ്ടായിരുന്ന വരം യോസെഫിൻ്റെ ചേട്ടന്മാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. യോസെഫിനുണ്ടായിരുന്ന വരം യോസെഫിൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് ഉണ്ടായിരുന്ന വരം ആ ദേശത്തെ യഹൂദ ന്മാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. യെരമ്യാവിനുണ്ടായിരുന്ന വരം ആ കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഏലിയാവിനുണ്ടായിരുന്ന വരം ആ കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ആകയാൽ കഷ്ടത ഒരു വരമാണ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, കഷ്ടതയുടെ മുൻപാകെ എന്താ കർത്താവേ എനിക്ക് ഈ കഷ്ടതയെന്ന് ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞു കൊള്ളണം, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ലോഡ്. എന്തിനു വേണ്ടി? അത് കർത്താവിനോടുകൂടെ നമ്മളെ പങ്കാളിയാക്കുവാൻ തക്കവണ്ണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ കാൽവറിയിലേക്കുള്ള ആ കടന്നു പോകുന്ന യാത്രയിൽ നമ്മൾ അവിടെ ആരായി തീരണമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. യേശുവിനെ കാൽവറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ക്രൂശീകരിക്കപ്പെടുന്നവനായ ക്രിസ്തു. അവിടെ നമുക്ക് കാണുവാൻ കഴിയും പത്രോസ്, തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയ പത്രോസ്. ആ പത്രോസിനെ പോലെ നമുക്ക് ആകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. സ്തോത്രം. അവിടെ ദൂരവേ മാറി നിന്ന് നോക്കുന്നതായ യോഹന്നാൻ, നിസ്സഹായനായി നിൽക്കുന്ന, യേശുവിൻ്റെ കഷ്ടതയിൽ നിസ്സഹായനായി നിൽക്കുന്ന യോഹന്നാൻ, ആ യോഹന്നാനെ പോലെ ആയിത്തീരാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ഈ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത് സാമ്പത്തിക ലാഭം നേടി ഓടിപ്പോയ യൂദ, അതുപോലെയാകാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. ഈ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടെ ഉണ്ടായിരുന്ന പലരും അപ്പോൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു പോലും അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. ഈ കഷ്ടതയുടെ നാഴികകളിൽ അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. അങ്ങനെ ഒരാളായി തീരാൻ നമുക്ക് താല്പര്യമുണ്ടോ? അതിനും താല്പര്യമില്ല. ആ ഇരു കള്ളന്മാരുടെ ഒരുത്തനായി തീരാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ല. പീലാത്തോസോ പടയാളികളോ ആരെങ്കിലും ആയിത്തീരാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ യേശു കർത്താവിൻ്റെ ആ ഗോൽഗൊത്തയിലേക്കുള്ള പടയാത്രയിൽ അവിടെ ഒരുത്തനെ കാണാൻ നമുക്ക് കഴിയും. ആരാണ്? കുറേനക്കാരനായ ശിമോൻ. അവൻ വയലിൽ കൂടെ അവൻ അവിചാരിതമായി പോയവനാ, അവിചാരിതമായി പടയാളികളുടെ കയ്യിൽ പിടിക്കപ്പെട്ടവനാ. അവൻ ആ ക്രൂശിൻ ചുമന്നു പോകുന്നു. പലപ്പോഴും ആ കാഴ്ച നമ്മുടെ അന്തരാത്മാവിൽ കണ്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് ആ ഭാഗ്യം ഒന്ന് കിട്ടിയായിരുന്നില്ലെങ്കിൽ. പ്രിയരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കർത്താവിൻ്റെ കഷ്ടം സഹിക്കാനാണെങ്കിൽ അത് ഒത്തിരി സന്തോഷമാണ്. പക്ഷേങ്കിൽ ഈ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ എന്തിനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേനക്കാരനായ ശിമോൻ, അവൻ ക്രൂശ് ചുമന്നു. പക്ഷേ അവൻ ക്രൂശ് ചുമക്കണമെങ്കിൽ ആദ്യം ആരുടെ കയ്യിൽ പെടണമായിരുന്നു? ക്രൂശ് ചുമക്കണമെങ്കിൽ ആദ്യം ആ പടയാളികളുടെ കയ്യിൽ പെടണമായിരുന്നു. ആദ്യം പടയാളികളുടെ കയ്യിൽ പെട്ടാൽ മാത്രമേ ക്രൂശ് ചുമക്കാൻ കഴിയത്തുള്ളൂ. പടയാളികളുടെ കയ്യിൽ പെട്ടാൽ മാത്രമേ ക്രൂശ് ചുമക്കാൻ കഴിയത്തുള്ളൂ. ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ഒരു പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം, മേലധികാരികളായിരിക്കാം. നിങ്ങൾ വയലേ പോകുമ്പോൾ നിങ്ങളെ പിടിച്ചില്ലേ? നിങ്ങളുടെ ഉടുപ്പ് പറിച്ചെടുത്തില്ലേ? നിങ്ങൾ ഓടിപ്പോയപ്പം പുറകെ വന്ന് നിങ്ങളെ പിടിച്ചില്ലേ? ആ പിടിച്ചവരാ നിങ്ങളെ കർത്താവിൻ്റെ ക്രൂശിന് പങ്കാളികളാക്കി തീർത്തത്. ആ പ്രിയപ്പെട്ടവരാ. അവരെ ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ആ നിന്നയിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നവർ, ആ കഷ്ടതയിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നവർ, അവരെ ഓർത്തൊന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞാട്ട്. അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വരമാണ്. പ്രിയരെ, കുറേനക്കാരനായ ശിമോൻ്റെ ജീവിതത്തിൽ പടയാളികൾ കണ്ട ഒരുത്തനെ പിടിച്ചുവിനായിരിക്കാം, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അതൊരു മുൻനിശ്ചയമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മനുഷ്യർ നോക്കുമ്പോൾ ആക്സിഡൻ്റലായിരിക്കാം, അവിചാരിതമായിരിക്കാം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിൻ്റെ മുൻനിർണയമാണ്. കഴിഞ്ഞ രാത്രികാലം ഞാനൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിനെ അത്ര വിശദമായിട്ട് പറയാൻ
അറിയത്തില്ല, പക്ഷേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ ചില പ്രാർത്ഥനകൾക്കൊക്കെ ഇരുന്ന് നമ്മൾ ചില വിഷയങ്ങളുടെ നടുവിൽ പറയും, കർത്താവേ എന്നെ വിടുവിക്കണം, ഈ രാത്രി വിടുവിക്കണം, ഈ രാത്രി വിടുവിക്കണം, ഈ രാത്രി വിടുവിക്കണം. എന്താ കർത്താവ് ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഈ കാര്യത്തിനൊരു വിടുതൽ കിട്ടാത്തതെന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് അറിയാതെ ഒന്ന് വെള്ളത്തിൽ പോയി, നമ്മൾ പെട്ടെന്ന് അതെടുത്ത് നമ്മൾ തൂത്ത് തുടച്ച് നമ്മൾ ഫാനിൻ്റെ കീഴിൽ വെച്ച് വെയിലത്ത് കൊള്ളിക്കും, വേണമെങ്കിൽ അയൺ ബോക്സിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക, ഈ സ്റ്റൗവിനകത്ത് വെക്കുക, എന്തൊക്കെ ചെയ്യാമോ നമ്മളതെല്ലാം ചെയ്യും. വെള്ളത്തിൽ വീണ ഓൺ ദ സ്പോട്ട് നമ്മളത് എടുക്കും. കാരണം അതെന്തുകൊണ്ട് എങ്ങനെ വീണതെന്നറിയാമോ? അത് അവിചാരിതമായിട്ടാണ് അതവിടെ വീണത്. അത് അവിചാരിതമായിട്ടാണ് അവിടെ വീണത്. പക്ഷേ ഈ ഫോൺ നമ്മൾ കൊണ്ടുപോയി കുത്തിവെക്കും. ഈ ഫോൺ കൊണ്ടുപോയി നമ്മൾ കുത്തി വെക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പോയി അത് ഊരിയെടുക്കുമോ? ഇല്ല. ഈ ഫോൺ നല്ല ചൂടാവുമായിരിക്കും, നമ്മൾ ഊരിയെടുക്കുമോ? ഇല്ല. എന്താണെന്നറിയാമോ? നമ്മളതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. പോട്ടെ, നമ്മൾ വേറൊരു സാധനം വൈകിട്ടൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഈ അരി ഉഴുന്നുമൊക്കെ എടുത്ത് വെള്ളത്തിലിടും. അവരത് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഉഴുന്ന് വീർക്കുന്നത് കണ്ടിട്ടോ അരി വീർക്കുന്നത് കണ്ടിട്ടോ അവർ പെട്ടെന്ന് അത് വാരിയെടുക്കുമോ? വാരിയെടുക്കത്തില്ല. അവരൊരു നിശ്ചിത സമയം വരെ അത് വെച്ചിരിക്കും. കാരണം അവരത് വെള്ളത്തിലിട്ടത് എന്തിനാ? വിത്ത് എ പർപ്പസ്ഫുള്ളിയാണ് അവർ വെള്ളത്തിലിട്ടത്. ആക്സിഡൻ്റലായി വെള്ളത്തിൽ വീണാൽ പെട്ടെന്ന് എടുക്കും. പർപ്പസ്ഫുള്ളി വെള്ളത്തിൽ വീണതാണെങ്കിൽ ഉടനെ എടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിന് അബദ്ധം പറ്റി നീ ഒരു കഷ്ടതയിൽ വീണതാണെങ്കിൽ ഉടനെ തന്നെ ദൈവം അതെടുക്കും. അല്ല, ദൈവം പർപ്പസ്ഫുള്ളി ഒരു കഷ്ടതയിൽ ഇറക്കിയതാണെങ്കിൽ ആ പ്രോസസ്സ് ഫിനിഷ് ആയിട്ടേ ദൈവം അതിൽ നിന്ന് പുറത്തെടുക്കത്തുള്ളൂ. ആമേൻ, ആമേൻ, ഒരാമേൻ പറഞ്ഞാട്ടെ. പർപ്പസ്ഫുള്ളിയാണ് ദൈവം എന്നെ ഈ കഷ്ടതയിൽ ഇറക്കിയതെങ്കിൽ ഞാൻ 7 ഇരുന്നാലും 21 ഇരുന്നാലും ദൈവം പൊക്കത്തില്ല. ദൈവം ആ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ. ഈ രാത്രി ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും അപ്പാ രക്ഷിക്കണേപ്പാ, വിടുവിക്കണേപ്പാ, മതിയപ്പാ, നിർത്തപ്പാ ഇതൊക്കെ പറഞ്ഞിട്ടും തമ്പുരാൻ കേട്ടിട്ടില്ല. പിന്നെ കുറച്ച് നേരം കൂടെ ആ തീക്കകത്ത് ഇങ്ങനെ വെച്ച് കറക്കി, പിന്നെ കുറച്ച് നേരം കൂടെ ആ വെള്ളത്തിൽ വെച്ച് നമ്മളെ നനച്ചു. എന്താ നമുക്കറിയാം, ആ പർപ്പസ് ഫോർ എ പർപ്പസ് ഒരു പ്രോസസ്സിൽ കൂടെ പോവുകയായിരുന്നു. ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നമ്മളെ വലിച്ചെടുത്താൽ എന്തിനു കൊള്ളാൻ പറ്റും? എന്തിനു കൊള്ളാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. രാവിലെ അരി അടുപ്പത്തിടും, അതൊന്ന് ഒരു തിളയാകുമ്പോഴത്തേക്ക് അത് ഊറ്റിക്കഴിഞ്ഞാൽ അത് എന്തോത്തിനേലും കൊള്ളാവോ? 2 തിളയായിട്ട് അത് ഊറ്റിക്കഴിഞ്ഞാൽ എന്തിനേലും കൊള്ളാവോ? ഒന്നിനും കൊള്ളത്തില്ല പ്രിയമുള്ളവരെ. പക്ഷേ അത് അവിടെ കിടന്ന് തിളച്ച് അതിനൊരു ടൈമുണ്ട്. അന്നേരമേ അത് വാർക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, 1 തിളയാവുമ്പോൾ നിങ്ങളെ വാർക്കണോ? 2 തിളയാവുമ്പോൾ നിങ്ങളെ വാർക്കണോ? കഷ്ടതയുടെ പ്രതിസന്ധിയുടെ നടുവിൽ 1 തിള വേണ്ട 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 കർത്താവേ, അങ്ങനെ ഈ കഷ്ടതയിൽ കൂടി കടത്തിവിടുന്ന, അങ്ങനെ വേദനയിൽ കൂടി കടത്തിവിടുന്ന, അങ്ങനെ നിന്നയിൽ കൂടി കടത്തിവിടുന്ന ആറാബഷാലമനൈതേ, അങ്ങയുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം പൂർത്തിയാകും വരെയോ, അങ്ങനെ തീയിലൂട്ട് ഉരുക്കുന്ന ഇതിൻ്റെ ഉദ്ദേശം എന്താകുന്നുവോ ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടും വരെയോ, അത് നിവർത്തീകരിക്കപ്പെടും വരെയോ ഈ കഷ്ടതയെ സഹിപ്പാൻ പ്രാപ്തിതാപ്പ, ഈ നിന്നയെ സഹിപ്പാൻ പ്രാപ്തിതാപ്പ. നിന്റെ കയ്യിൽ ഞാൻ പ്രയോജന പാത്രമായി തീരുന്നിടം വരെയും, നിന്റെ കയ്യിലൊരു മുദ്ര മോതിരമായി തീരുന്നിടം വരെയും അങ്ങയുടെ കഷ്ടതയുടെ തീച്ചുളയിൽ എരിഞ്ഞ് ഉരുകി അങ്ങയുടെ ഹിതം തികപ്പാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുക കർത്താവേ. അതിനായി നമുക്ക് സമർപ്പിതരായിരിക്കാം. അതാണ് കൃപാവരം. കൃപാവരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എന്തിനാ കർത്താവേ ഈ കൃപാവരം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അവിടെ പറയുകയാണ്. 1:7 1 കൊരിന്ത്യർ 1:7 ഇങ്ങനെ, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആമേൻ. കൃപാവരങ്ങളിലെ പെർഫെക്ഷൻ ഇൻ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്, കൃപാവരങ്ങളിൽ തികവുള്ളവർ ാകുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? പ്രത്യക്ഷത കാത്തിരിക്കുന്നവരായിത്തീർന്നു. കൃപാവരങ്ങളിൽ തികവുണ്ടാകുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? കർത്താവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിത്തീരുന്നു. കൃപാവരങ്ങളിൽ തികവുള്ളവരാകുമ്പോൾ നമ്മൾ ആരായിരിക്കുന്നു? ആത്മമണവാളൻ്റെ പ്രത്യക്ഷതയിൽ അവനോട് അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരാകുന്നു. കൃപാവരങ്ങൾ നമ്മളെ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുക്കുന്നവരാണ്. കൃപാവരങ്ങൾ. ആമേൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ തക്കവണ്ണം എന്ത് ലഭിച്ചിരിക്കുന്നു? കൃപാവരം ലഭിച്ചിരിക്കുന്നു. ആ കൃപയാൽ അവൾക്ക് ലഭിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ ഞാൻ പറയും അത് കൃപാവരങ്ങളാകുന്നുവെന്നും ഞാൻ അങ്ങ് പറയും. സ്തോത്രം. കൃപാവരങ്ങളുടെ തികവ് ഒരു മനുഷ്യനെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുക്കും. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് കൃപാവരങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അവന് കൃപാവരങ്ങളോട് ഒരു അറിവുണ്ടായിരിക്കണം. എന്താണ് കൃപാവരങ്ങൾ? അവനൊരു അറിവുണ്ടായിരിക്കണം. അതിന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം ആഴമായി ഇരുന്ന് പഠിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ
ഒന്നാം ലേഖനം 12-ാം അധ്യായം. ഇനിയും അതിൻ്റെ ഈ കൃപാവരങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, കൃപാവരങ്ങളെ നിങ്ങൾ വാഞ്ചിക്കുന്നവരായിരിക്കുവേൻ. കൃപാവരങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മാത്രം പോരാ, കൃപാവരങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രം പോരാ, കൃപാവരങ്ങളെക്കുറിച്ച് ഒരു അതിരറ്റ ആഗ്രഹം ഉണ്ടാകണം. കൃപാവരങ്ങളെക്കുറിച്ച് വലിയൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഈ കൃപാവരങ്ങളെ ആഗ്രഹിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഈ കൃപാവരങ്ങളെ തരുന്നത്? കൃപാവരങ്ങളെ തരുന്ന 5 ഭാഗങ്ങളുണ്ട്. ഞാൻ 5 വിഷയങ്ങൾ, 5 വാക്യങ്ങളെ പറഞ്ഞങ്ങ് നിർത്താം. നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. 5 വാക്യങ്ങളെ പറഞ്ഞങ്ങ് നിർത്താം. കൃപാവരങ്ങൾ എങ്ങനെ ഒരു മനുഷ്യന് ലഭിക്കും? ഒന്നാമതായി യാക്കോബിൻ്റെ 1-ാം ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക്, 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആകയാൽ അവിടെ പറയുകയാണ്, തികഞ്ഞ വരങ്ങൾ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആകയാൽ കൃപ എവിടെ നിന്നേ വരത്തുള്ളൂ? ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. ആകയാൽ ദൈവമാണ് കൃപാവരം തരുന്നതെന്നറിഞ്ഞ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമാണ് തരുന്നത്. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്, കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് യാചിക്കണം, അപ്പോൾ ജ്ഞാനം കിട്ടും. അതേ വിഷയം 17-ാം വാക്യത്തിൽ പറയുകയാണ്, കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, ദൈവമാ തരുന്നത്. അപ്പോൾ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്ക് കൃപാവരം തരണമേ, ദൈവമേ എനിക്ക് കൃപാവരം തരണമേ, ദൈവമേ എനിക്ക് കൃപാവരം തരണമേ. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളോടൊപ്പം ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഞാനും ഡെയിലി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്, അപ്പാ കൃപാവരങ്ങളെ തരണമേ, ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി എനിക്ക് കൃപാവരങ്ങളെ തരണമേ, ഞങ്ങളുടെ സഭകളിലെല്ലാം കൃപാവരങ്ങളെ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നമുക്കിനി അധികമായി പ്രാർത്ഥിക്കാം. ദൈവമേ എനിക്ക് കൃപാവരം തരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപാവരം കൊടുക്കണമേ, എൻ്റെ സഭയ്ക്കകത്ത് കൃപാവരം നൽകണമേ, ദൈവസഭയ്ക്കകത്ത് ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കൃപാവരം തരണമേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുവിൻ, ആ കർത്തൃദാസന് കൃപ കൊടുക്കണമേ, കൃപാവരങ്ങൾ കൊടുക്കണമേ. കൃപാവരങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു, അത് നമുക്ക് പ്രാർത്ഥനയാൽ കൈവശമാക്കാം. രണ്ടാമതായി റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട്. നമുക്ക് എത്രത്തോളം കൃപ ലഭിക്കുന്നോ അത്രത്തോളം വരം ഉണ്ടാകും. എത്രത്തോളം കൃപ ലഭിക്കുന്നോ, അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം വരം, വെവ്വേറെ വരം. എത്രത്തോളം കൃപ കൂടുതൽ കിട്ടുമോ അത്രത്തോളം വരം കിട്ടും. ആകയാൽ കൃപ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃപ ലഭിക്കുന്നതിൻ്റെ 4 കാരണങ്ങളുണ്ട്. 4 കാരണങ്ങളുണ്ട്. ഒന്ന്, കൃപ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃപ അൺകണ്ടീഷണൽ. കൃപ ഒരു യോഗ്യതയും ഇല്ലാത്തവന് ദൈവം കൊടുക്കുന്നതിൻ്റെ പേരാ കൃപ. ആകയാൽ കൃപ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് കൃപ കിട്ടിയെന്ന്. കൃപ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഇല്ല. അതാണ് യഥാർത്ഥം. കൃപ എങ്ങനെയാണ് കിട്ടിയത്? ഇത്ര വലിയ കൃപ എന്നോട് കാണിച്ചല്ലോ, എന്താ കാരണം? നോ റീസൺ. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, എന്താ കാരണം? ഒരു കാരണവും ഇല്ല. ആകയാൽ ഒരു കാരണവും പറയാനില്ലാത്തതാണ് കൃപ. അങ്ങനെ കൃപ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം, നമുക്ക് കൃപ ലഭിക്കാൻ കാരണം ഒരു കാരണവുമില്ല. അതാണ് യഥാർത്ഥ കാരണം. രണ്ടാമതായി കൃപ ലഭിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, പൗലോസിന് എപ്പോഴാണ് കൃപ ലഭിച്ചതെന്ന് ചോദിച്ചാൽ, പൗലോസ് 3 വട്ടം മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചു. ഒരു വിഷയത്തിന് വേണ്ടി പൗലോസ് 3 വട്ടം മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചു. പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ ആർക്കാണ് കൃപ കിട്ടുന്നത്? രണ്ടാമത്തേത്, പ്രാർത്ഥിക്കുന്നവന് കൃപ കിട്ടും. മൂന്നാമതായി നമുക്കറിയാം, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുമ്പോൾ, നാം താഴ്മയുള്ളവനായി മൗനമായിരിക്കുമ്പോൾ നമ്മുടെ താഴ്മ നമുക്ക് കൃപ തരും. നാലാമതായി കൃപയുടെ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇതൊക്കെ നിങ്ങൾ പിന്നീട് ചിന്തിച്ചോളൂ, ഞാൻ സമയം കഴിഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കൃപയെ ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും, മറിയമാണ്. മറിയം, യേശു കർത്താവിൻ്റെ അമ്മ മറിയം. മറിയത്തിനെ അഭിവാദനം ചെയ്യുന്നത് തന്നെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന. മറിയയ്ക്ക് എങ്ങനെ കൃപ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാന കാരണം ഞാൻ പറയും. വിശുദ്ധിയുടെ ആശയത്തിൽ തന്നെ ഞാൻ പറയുന്ന ഭാഗം എടുക്കണമേ. ഈ ദൂതൻ മറിയത്തിൻ്റെ രഹസ്യമായിട്ട്, മറിയം തന്നൊരു മുറിയിലിരുന്നപ്പോൾ ദൂതൻ വന്ന് മറിയത്തിൻ്റെ അടുക്കൽ, കല്യാണപ്രായമായി നിൽക്കുന്ന മറിയത്തിൻ്റെ അടുക്കൽ പറയാം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇത്
ഉടനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറിയം എന്താ ചോദിച്ചെന്നറിയാം. ഇതെന്തൊരു വന്ദനം എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ പുരുഷനെ അറിയാതിരിക്കെ, ഞാനൊരു കന്യകയായിരിക്കെ എങ്ങനെ ഇത് സംഭവിക്കും? പബ്ലിക്കിൽ വെച്ചല്ല ഇവള് ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചല്ല, അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചല്ല. ഇൻ ഹെർ പ്രൈവസി, ഇൻ ഹെർ സീക്രട്ട് ലൈഫ് അവൾ ചോദിക്കുക, ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? അപ്പോൾ അവളുടെ ആന്തരിക ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു, പെർഫെക്റ്റ് ഹോളിനെസ്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപ കൊണ്ടുതരും. രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി, രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി. അകൽ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, കൃപ അൺകണ്ടീഷണൽ, നോ റീസൺ. 2, താഴ്മ നമ്മളിൽ കൃപ കൊണ്ടുവരും. 3, പ്രാർത്ഥന നമ്മളിൽ കൃപ കൊണ്ടുവരും. 4, വിശുദ്ധി നമ്മളിൽ കൃപ കൊണ്ടുവരും. കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുണ്ട്. വീണ്ടും 4-മതായി ഒരു ഭാഗത്തിലേക്ക് കടന്നു വരാം. 4-മതായി ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഒരു 2 മിനിറ്റ് ചിലപ്പോൾ ഞാൻ എക്സ്ട്രാ എടുക്കുമായിരിക്കും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം. ഈ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആ 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ അങ്ങ് വായിച്ചു പോകാം. ഡിസ്പ്ലേ ഇടേണ്ട, ചിലപ്പോൾ ആ സമയത്താണെന്ന് തോന്നുന്നു എൻ്റെ നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് അത് സ്ക്രീൻ കട്ടാവുന്നുണ്ട്, നെറ്റ്വർക്ക് കട്ടാവുന്നുണ്ടല്ലോ. ഞാൻ വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ, ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളികളിലും ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. അവിടെ അവർ സുവിശേഷ ഘോഷണം ചെയ്തു. 2-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വസിക്കാത്ത യഹൂദന്മാർ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ശ്രദ്ധിക്കണമേ, ഇവിടെ ഇവർക്കെതിരെ ഈ വിശ്വസിക്കാത്ത യഹൂദന്മാർ വഴക്കുണ്ടാക്കാൻ വന്നു. ഇവിടെ സുവിശേഷം പറയാൻ പറ്റത്തില്ല, ഇവിടെ നിങ്ങൾ പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ 3-ാം വാക്യം കണ്ടോ, ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ വിട്ടുപോയില്ല, അവരവിടെ തന്നെ പിടിച്ചു നിന്നു. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഓടിപ്പോയില്ല, അവരവിടെ തന്നെ പിടിച്ചു നിന്നു. എന്നെ കേൾക്കുന്ന റീസെൻ്റ്ലി മാരീഡ് വല്ലതും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി അപ്പൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോകരുത്. പ്രശ്നങ്ങളുണ്ടായി, ഒരു കോളേജിൽ കൊണ്ടു ചേർത്ത്, അവിടെ റാഗിങ്ങാ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടത്തിന് തിരിച്ചു വരരുത്. വളരെ അവിടെ അവർ ഹൃദയം ഇളക്കി വഷളാക്കിയിട്ടും അവരെന്ത് ചെയ്തെന്നറിയാവോ? വളരെ കാലം അവിടെ തന്നെ പാർത്ത്. അവരവിടുന്ന് പോകാൻ പോയില്ല. എത്ര ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും നിന്ദിച്ചിട്ടും അവരത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് നാട്ടുകാർ മൊത്തം ആക്ഷേപിച്ച്, അഭിഷേകത്തിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് അന്യഭാഷ പറയുന്നത് നിർത്തി, പാട്ട് പാടുന്നത് നിർത്തി, ആരാധിക്കുന്ന നിർത്തി, കൈയടിക്കുന്നത് നിർത്തി, വീട്ടിൽ പോകരുത്. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇവരെ വരട്ടിയിട്ടും ഇവരെ ഓടിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ പോയില്ല. ഇവരവിടെ തന്നെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാൻ വരം നൽകി. എത്ര മനോഹരം! നാട്ടുകാർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഓടിപ്പോകാതെ, പ്രതിസന്ധികൾ വന്നപ്പോൾ ഓടിപ്പോകാതെ കടിച്ചു പിടിച്ച് അവിടെ തന്നെ അവർ നിന്നു. കർത്താവിൽ ആശ്രയിച്ച് അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കർത്താവിൽ ആശ്രയിച്ച്. ഈ രാത്രി എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരോട് ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നിന്റെ ശുശ്രൂഷ തകർത്ത് നിന്നെ കെട്ടും കെട്ടിച്ച് ഓടിക്കാൻ നാട്ടുകാരും സകല സംഘടനകളും ബലങ്ങളും കച്ച കെട്ടി ഇറങ്ങുമ്പോൾ നീ കർത്താവിൽ ആശ്രയിച്ച് അവിടെ തന്നെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന, അവിടെ തന്നെ നിന്ന് ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവം നിനക്ക് കൃപാവരങ്ങളെ തരും. ആമേൻ. അതാണ് അവിടെ പറയുന്നത്. നാട്ടുകാരെല്ലാം കൂടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ ഇവർ പോയില്ല, കർത്താവിൽ ആശ്രയിച്ച് അവിടെ തന്നെ നിന്നു. അടുത്ത ഭാഗം പറയുകയാണ്, കർത്താവ് അവർക്ക് കൃപാവരങ്ങളെ നൽകി. കൃപാവരം കിട്ടുന്നത് കഷ്ടതകളിൽ ഓടിപ്പോകാതെ അതിനെ സഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന്, നമ്മുടെ നിയോഗം തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ നിന്ന് നമ്മൾ വർക്ക് ചെയ്താൽ ദൈവം നമുക്ക് അസാധാരണമായ കൃപാവരങ്ങളെ തരും. ആമേൻ. 5-മതായി ഒരു ഭാഗം നമുക്ക് വായിച്ചല്ലോ, റോമാലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് കൃപാവരം ലഭിക്കണം. വിശുദ്ധ പൗലോസ് തിമത്യോസിൻ്റെ അടുക്കൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം. വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ പ്രവചനത്തോടു കൂടി നിനക്ക് ലഭിച്ച കൃപാവരം. 1 തിമത്യോസ് 4:14, 2 തിമത്യോസ് 1:6. ഈ 2 ഭാഗങ്ങളും തിമത്യോസിൻ്റെ അടുക്കൽ പറയുന്നുണ്ട്. അവിടെ 2 തിമത്യോസ് 1:6, നിൻ്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം അറിയാലോ, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ഇത്. വീണ്ടും 1 തിമത്യോസ് 4:14 വരുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള 4 വിഷയങ്ങളെ അവിടെ 5 വിഷയങ്ങളെ അവിടെ പറയുമ്പോൾ അതിൽ 2-ാമത്തെ വിഷയമായിട്ട് പറയുകയാണ്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ പ്രവചനത്തോടുകൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം. ആകയാൽ ഇവിടെയൊക്കെ തിമത്യോസിന് ലഭിച്ച കൃപാവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അത് ഇമ്പാർട്ടേഷനായിരുന്നു. അഭിഷക്തരിൽ കൂടെയുള്ള ഇമ്പാർട്ടേഷൻ, ദൈവ ശുശ്രൂഷകരിൽ കൂടെയുള്ള ഇമ്പാർട്ടേഷൻ, പൗലോസിൽ കൂടെയുള്ള ഇമ്പാർട്ടേഷൻ.
ആകയാൽ ഒരു നല്ല അഭിഷക്തനുമായുള്ള നമ്മുടെ ബന്ധം, ഒരു നല്ല അഭിഷക്തനുമായുള്ള കൂട്ടായ്മ, അത് നമ്മളിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ കാരണമായി തീരും, കൃപാവരങ്ങളെ ഉളവാക്കുവാൻ കാരണമായി തീരും. നമുക്ക് കൃപാവരങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം, നമുക്ക് കൃപാവരങ്ങളെ ഒത്തിരി ആഗ്രഹിക്കാം. ഈ അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് കൃപാവരമാണ് വേണ്ടിയത്, കൃപാവരമാണ് വേണ്ടിയത്. വചനത്തിൻ്റെ പ്രസംഗ പാടവത്തെക്കാട്ടിലും ഒക്കെ, ഇൻസ്ട്രുമെൻസിൻ്റെ ഇതിനെക്കാട്ടിലും, അല്ലെങ്കിൽ സംഘടനാ ബലത്തെക്കാട്ടിലും, രാഷ്ട്രീയ പിടിപാടുകളെക്കാട്ടിലും, സമ്പത്തിനെക്കാട്ടിലും ഒക്കെ ഇന്ന് ദൈവസഭയ്ക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് കൃപാവരമാണ്, കൃപാവരമാണ്. വി നീഡ് ഗിഫ്റ്റ്സ്. നമുക്ക് കൃപാവരങ്ങൾ വേണം, നമുക്ക് കൃപാവരങ്ങൾ വേണം. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കൃപാവരങ്ങൾ വേണം. അല്ലാതെ ഈ അന്ത്യകാലത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. നമുക്ക് തിരിച്ചറിയാം, കൃപാവരങ്ങൾ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ കൃപാവരങ്ങൾ തരണമേ. ഈ രാത്രികാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, ദൈവവചനം പങ്കുവെപ്പാൻ സ്വർഗം എനിക്കൊരിക്കൽ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസന്മാർക്കെല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഓരോ ദൈവമക്കൾക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ രാത്രി നമ്മൾ ഒന്നിച്ച് ദൈവവചനം ധ്യാനിച്ചതുപോലെ നിത്യതയിൽ ദൈവസന്നിധാനത്തെങ്കിലും ഒന്നിച്ച് കാണപ്പെടുവാൻ കൃപ നൽകട്ടെ. ഇതിന് പിമ്പിൽ അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.